ജപ്പാനിൽ ആറ്റുനോറ്റ് ഒരു പള്ളി പണിതു. ഉദ്ഘാടനത്തിന് സാക്ഷാൽ പാകിസ്ഥാൻ അംബാസഡർ തന്നെ നേരിട്ടെത്തി. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ ആ പള്ളി പൊളിച്ചു മാറ്റാൻ ജപ്പാൻ സർക്കാർ ഉത്തരവിട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ജപ്പാനിലെ സൈതാമ പ്രവിശ്യയിലുള്ള കാവാഗോ നഗരത്തിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഏതാണ്ട് 4500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്ത് നിർമ്മിച്ച പള്ളി കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ജപ്പാനിലെ പാക് അംബാസഡർ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഈ നിർമ്മാണം പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ ജപ്പാൻ ഭരണകൂടം കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു. ഇതോടെ ലോകരാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചിരി ഒതുക്കുകയാണ്. നഗരവൽക്കരണ നിയന്ത്രണ മേഖല അഥവാ മൗണ്ടൻ ഫോറസ്റ്റ് ലാൻഡ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശത്താണ് യാതൊരു അനുമതിയുമില്ലാതെ ഈ ഒരു പള്ളി ഉയർന്നത്. ജപ്പാന്റെ സിറ്റി പ്ലാനിംഗ് ആക്ട് പ്രകാരം ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല. 2025-ൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് സ്ഥലം വാങ്ങിയ ശേഷം തദ്ദേശ ഭരണകൂടത്തിന്റെ യാതൊരു അനുമതിയും വാങ്ങാൻ മെനക്കെടാതെയാണ് പാക് പൗരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ഇവിടെ കെട്ടിടം പണിതത്. അധികൃതർ വിലക്കിയിട്ടും അത് വകവയ്ക്കാതെയായിരുന്നു നിർമ്മാണം. ജപ്പാനെ പോലെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു രാജ്യത്ത് ഒരു വിദേശ രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി തന്നെ അനധികൃത കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് വലിയ നയതന്ത്ര വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവം വിവാദമായതോടെ ഈ നിർമ്മാണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി പാക് എംബസിക്ക് ഒടുവിൽ തലയൂരേണ്ടി വന്നു. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിർമ്മാണം എന്ന് സംഘാടകർ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് അംബാസഡർ എത്തിയതെന്നാണ് എംബസിയുടെ വിശദീകരണം. ജപ്പാനിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ പാക് പൗരന്മാർക്ക് എംബസി ഇപ്പോൾ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ സ്വന്തം പൗരന്മാർ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ അതിനെ കുടപിടിക്കാൻ പോയ പാകിസ്ഥാന്റെ വില കളയുന്ന ഒരു കാഴ്ചയാണ് ജപ്പാനിൽ കണ്ടത്. നിയമത്തിന് മുന്നിൽ മതമോ പദവിയോ ഇല്ലെന്ന് ജപ്പാൻ ഭരണകൂടം ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോൾ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്.